Hi guys, welcome back to my YouTube channel. ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ക്ലേ വെച്ചിട്ട് ഉള്ള ഒരു ട്രിങ്കറ്റ് ഡിഷ്, ഒരു ചെറിയൊരു ട്രിങ്കറ്റ് ഡിഷ് പോലെ ചെയ്യാൻ ഓർത്തു. ക്ലേ വെച്ചിട്ട് ഇതിന് ഓൾറെഡി കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഞാനിത് ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത ക്ലേ ആയിരുന്നേ. 5-6 സാധനം ഉണ്ടാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇടാൻ ഓർത്തു. ആക്ച്വലി ഞാനിത് ഉണ്ടാക്കിയിട്ട് 3-4 ദിവസമായി. ഞാൻ ഇതിൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊന്നും അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ക്ലേ ഞാനിപ്പോൾ ബോക്സിൽ നിന്ന് എടുത്തതേ ഉള്ളേ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് നീഡ് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ബാലൻസ് വന്നത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നല്ലതുപോലെ നീഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഷേപ്പിൽ, അത്യാവശ്യം നല്ലൊരു ഷേപ്പിലിങ്ങ് ആക്കിയെടുക്കാം. കയ്യൊന്നും ഇനി നോക്കേണ്ട ആവശ്യമില്ല, കയ്യിന് ബാക്കി ആവാൻ പോകുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് 2 പാർട്ടായിട്ട് മാറ്റാം. കാരണം എന്താ വെച്ചാൽ എന്തായാലും ആ ഫുൾ സാധനം കൊണ്ട് ഉണ്ടാക്കുന്നില്ല, നമ്മൾ ചെറിയൊരു ട്രിങ്കറ്റ് ഡിഷാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പോർഷൻ മാറ്റി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കും. ഇപ്പം നമ്മൾ ആ നീഡ് ചെയ്തതിനെ ഒന്ന് വെച്ച് പരത്തി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കട്ടി വേണം കേട്ടോ, കട്ടിയില്ലാതെ ആക്കരുത്. അത്യാവശ്യം കട്ടിയിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതൊക്കെ ഞാൻ അടുക്കളയിൽ നിന്ന് മുക്കിയ സാധനങ്ങളാണ്. എന്നിട്ട് അതിന് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത്, ഏത് ഷേപ്പാണെങ്കിലും ആ ഷേപ്പിൽ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഓവൽ ഷേപ്പ് പോലെയാണ് ആക്കിയെടുക്കുന്നത്. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച പോർഷനിൽ അതിൻ്റെ എഡ്ജസ് ഫുള്ളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു നനഞ്ഞ സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് റോള് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ റോൾസൊക്കെ നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ബേസിൽ നമ്മൾ ആ റോള് വെക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു, ഞാനിപ്പോൾ പിന്നാണ് യൂസ് ചെയ്തത്, പിന്ന് വെച്ചിട്ട് ആ സൈഡ് ഫുള്ളൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഇത് കയറ്റി വെക്കുന്നത്. അത് എടുത്ത് വെച്ച് കഴിയുമ്പോൾ അടുത്ത അതുപോലെ തന്നെ നമുക്ക് എന്ത് ഡിസൈനാണോ കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 പാർട്ടീഷൻ പോലെ ആക്കി എടുത്തിട്ട് വെച്ചു. അങ്ങനെ 3 പീസ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ആ വെച്ച പീസിനും ആ ബേസും കൂടെ തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിക്കണമല്ലോ. അപ്പോൾ കുറച്ച് ക്ലേയുടെ കുഞ്ഞി പീസസ് എടുത്തിട്ട് ആ എഡ്ജിലും ആ 2 എണ്ണത്തിൻ്റെയും കൂടെ വരുന്ന സൈഡുണ്ടല്ലോ, ആ സൈഡിലായിട്ട് അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്പോഞ്ച് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ നല്ലതുപോലെ അതിനെ പ്രസ് ചെയ്ത് അത് രണ്ടും കൂടി തമ്മിൽ ഒരുമിച്ച് യോജിപ്പിക്കുക. ആ കണക്ഷൻ പിന്നെ വിട്ടുപോകില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതിന് വേണ്ടി നല്ലതുപോലെ അതിനെ ഫുള്ള് കംപ്ലീറ്റ് വെക്കണം കേട്ടോ. ആ ഫുൾ എഡ്ജിൽ കൂടെ വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. എവിടേക്കാണോ നമ്മൾ ആ ചെറിയ റോള് വെച്ചിട്ടുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇതേപോലെ തന്നെ പീസസ് വെച്ച് കൊടുക്കുക. പീസസ് വെച്ചിട്ട് നമ്മുടെ കൈ വെച്ച്, അല്ലെങ്കിൽ നമുക്ക് സ്പോഞ്ച് യൂസ് ചെയ്യാം. എനിക്ക് പിന്നെ സ്പോഞ്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നിയത് കൈ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ എല്ലാ എഡ്ജസും ഏതൊക്കെ സ്ഥലത്താണോ ആ റോള് വെച്ചിട്ടുള്ളത് അവിടെയൊക്കെ ഫുൾ ഇതേപോലെ പ്രസ് ചെയ്ത് വെക്കാം. ഇതാ അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഇനി അതുപോലെ തന്നെ പുറം ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്യുക. കാരണം നമ്മൾ ആ പുറത്ത് ആണല്ലോ നമ്മുടെ മെയിനായിട്ട് വരുന്ന സാധനം വെച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സാധനം പുറത്തൂടെയും ചെയ്യുക. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ കുറച്ച് ഫിംഗർ പ്രിൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടാകും. അതൊക്കെ ഫുള്ളൊന്ന് ഷേപ്പ് ചെയ്ത് കറക്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കുവാണേ. ഞാനൊരു ചെറിയൊരു ട്രിങ്കറ്റ് ഡിഷാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പം നല്ല സൗണ്ട് ഉണ്ടല്ലോ, ഞാൻ പുറത്തായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ഉണ്ടാവും.
പുഴയുടെ റോഡ് പോകുന്നത് ആ വഴിക്കാണ്, കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ടാണ്. പക്ഷേ എന്നാൽ ഇത്ര സൗണ്ട് എവിടുന്നാന്ന് ഓർക്കൂലേ? ഇതുണ്ട്, തൊട്ട് മുമ്പിൽ കൂടെ ഒരു തോടൊഴുകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുന്നത്. ഇതിപ്പോൾ 3ാമത്തെ ദിവസം കേട്ടോ. നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുക്കാം. അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം.